ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നേരത്തെ എഴുന്നേറ്റ് ചേട്ടൻ്റെ കടയിൽ പോകണമായിരുന്നു. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് നേരെ വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ, ഇരുട്ടാ. ചേട്ടനെ വിട്ടിട്ട് കഥ അടച്ചിട്ട് അകത്ത് കയറാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ പോകുന്നുണ്ട്. ഇപ്പോൾ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ കേട്ടോ. ഇനി വേണം കുളിക്കാനും പല്ല് തേക്കാനും കഴിക്കാനും ചായ കുടിക്കാനും ഒക്കെ. പിന്നെ നമുക്കിത് ബീട്രൂട്ട് മെഴുക്കുവരട്ടി വെക്കാം, തോരൻ വെക്കാമെന്ന് വിചാരിച്ച് ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കേശുവിനുള്ള പാലെടുപ്പ് വെച്ചിട്ടുണ്ട്. കുപ്പി തിളപ്പിക്കാനായിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് കുളിക്കാൻ വേണം കേട്ടോ. നമ്മൾ ബീട്രൂട്ടൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കാൻ പതുക്കെ ഇരുന്ന് നേരത്തെ എണീറ്റതുകൊണ്ട് ഇന്ന് ഒരുപാട് ടൈമുണ്ട് കേട്ടോ. അതുകൊണ്ട് പതുക്കെ എല്ലാം ചെയ്യാം. പാലൊക്കെ തിളച്ച് വന്ന് അതിലോട്ട് മധുരമൊക്കെ ഇട്ട് അതിനുവേണ്ടി തണുപ്പിക്കാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പഞ്ചസാരയും അതുപോലെ കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണം ഉറക്കത്തിൻ്റെ. നമ്മൾ പോയി കുളിച്ചൊക്കെ വന്ന് രാവിലെ തന്നെ നേരത്തെ എണ്ണീറ്റുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ പോയി വിളക്കൊക്കെ കത്തിക്കാമെന്ന് വിചാരിച്ചു. വിളക്കൊക്കെ റെഡിയാക്കി തുടച്ച് പിന്നെ തൂത്ത് വാരണം. കുഞ്ഞിൻ്റെ ടോയ്സും അതുപോലെ എല്ലാം അഴുക്കൊക്കെ ഇട്ടേക്കുവാണ്. അപ്പം നമ്മൾ ഇതെല്ലാം പണി കഴിഞ്ഞിട്ട് തൂത്ത് വാരാൻ പോവാണ് കേട്ടോ. തൂത്ത് വാരുന്നതൊരു വലിയ ടാസ്ക്കാണ്. എനിക്ക് ഒത്തിരി ഉണ്ട്. എല്ലാം അടുക്കി മാറ്റി വെച്ച് കുറച്ച് സമയം എടുക്കും തൂത്ത് വാരിയൊക്കെ വരാൻ. എല്ലാം കളിപ്പാട്ടം എല്ലാം കിടക്കുന്നുണ്ട്. എത്ര എല്ലാം എടുത്ത് വെച്ചാലും പിന്നെ ഇതൊക്കെ തന്നെ പണി. എന്നാലും നമ്മളിതെല്ലാം തൂത്ത് വാരി വെളിയിലോട്ട് കളഞ്ഞിട്ട് പതുക്കെ നമുക്ക് വിളക്ക് കത്തിക്കുന്ന പരിപാടി ഇപ്പൊക്കെ പോകും. അപ്പം നേരെ വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് കുറേ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് സമയമുണ്ടായിരുന്നു, സാവകാശമുണ്ട്. എല്ലാത്തിനും ധൃതി പിടിച്ച് ഓടണ്ട്. ഇപ്പോൾ കേശുവിനെ പ്ലേ സ്കൂളിൽ വിടുന്നതുകൊണ്ട് തന്നെ ഒത്തിരി ടൈം വേണം. അവനെ ഒരുക്കി റെഡിയാക്കി എടുക്കാനൊക്കെ നല്ല സമയം വേണം. അപ്പം നമ്മൾ തൂത്തെല്ലാം അരി വിളക്ക് കത്തിക്കുക അല്ലേ. അപ്പോൾ ഇനി വിളക്കിനകത്ത് തിരിയും കാര്യങ്ങളും എല്ലാം ഇട്ട് വിളക്കും കൊളുത്തി എന്നിട്ട് നമുക്കിനിയും അടുക്കളയിലൊക്കെ തന്നെ തിരിച്ചു പോകും. ഞാൻ രാവിലെ തന്നെ ഒരു ചായയൊക്കെ കുടിക്കും, ഒരു എനർജിയൊക്കെ വേണ്ടേ. അപ്പോൾ ചായ കുടിക്കണം. വിളക്ക് കത്തിച്ചിട്ട് നേരെ ഞാൻ വീണ്ടും പോയി അടുക്കളയിൽ പോയി ചായക്കുള്ള പാലൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി അതെല്ലാം ആയി വന്നിട്ട് നമുക്ക് ചായയൊക്കെ കുടിക്കല്ലേ. അപ്പോൾ ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞൻ എണ്ണീറ്റിട്ടുണ്ട് കേട്ടോ. ഇനി അവൻ്റെ കലാപരിപാടികളാണ്. അപ്പോൾ അവന് എഴുന്നേൽക്കുമ്പോൾ തന്നെ പാല് കുടിക്കും. അപ്പോൾ എണ്ണീറ്റപ്പം അവന് കൊണ്ട് പാലൊക്കെ കൊടുത്ത് അപ്പോൾ അത് കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇനി കുറച്ച് സമയം അവനെ നമുക്ക് കൊഞ്ചിക്കാം കേട്ടോ. രാവിലെ എപ്പോഴും രാവിലെ എണ്ണീക്കുമ്പോൾ ഈ കൊഞ്ചലും ഒക്കെ ഉള്ളതാണ് ദിവസം. അപ്പോൾ രാവിലെ എണ്ണീറ്റ് അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെയും പാല് കുടിച്ചിട്ട് ഇച്ചിരി നേരം കൂടെ ഉറങ്ങും കേട്ടോ. നേരെ 6:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടേ ഉള്ളിപ്പം. അപ്പം ഞാൻ പറഞ്ഞു മോനൊന്നും കൂടെ ഉറങ്ങിക്കോളാനൊക്കെ പറഞ്ഞു. അപ്പോൾ പാല് കുടിച്ച് പിന്നെ കുറച്ച് സമയം കൂടെ കിടന്ന് ഉറങ്ങി. അപ്പോഴത്തേക്ക് എൻ്റെ ചായയൊക്കെ റെഡിയായതാ, ചൂട് ചായ. നമുക്ക് ചായ കുടിച്ചാലോ. അങ്ങനെ ഞാൻ പുറത്തുനിന്ന് ഇറങ്ങിപ്പോയി നിന്ന് ചായ കുടിക്കാറൊന്നുമില്ല. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നല്ല സമയമുണ്ട് നേരത്തെ എണ്ണീറ്റുകൊണ്ട്. അതുകൊണ്ട് ഞാൻ പുറത്തോട്ടൊക്കെ പോയി ചായയൊക്കെ കുടിച്ചിങ്ങനെ നിന്നപ്പം അച്ഛൻ പറഞ്ഞു നമ്മുടെ ചേനയും ചീമച്ചേമ്പ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം പന്നി കുത്തിയിട്ടേക്കുവാ എന്ന് പറഞ്ഞ് അയ്യത്തോട്ട് പോയി. അപ്പോൾ ഇതാ കണ്ട വിഷമമായ ഒരു കാഴ്ചയാണ്. നല്ലപോലെ കഷ്ടപ്പെട്ട് ഒക്കെ ഓരോന്ന് ചെയ്യുമ്പം ഇതാണ് അവസ്ഥ. ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് നാളായിട്ട് ഇതാണ് അവസ്ഥ. എന്ത് നട്ടാലും ഒന്നുകിൽ പന്നിയെലി അല്ലെങ്കിൽ പന്നി വന്ന് നശിപ്പിച്ച് കളയുന്നൊരവസ്ഥയാണ്. ഇതിനകത്തൊന്നും ഒരു ഇതുപോലും ഇല്ലായിരുന്നു. എല്ലാം നശിപ്പിച്ചിട്ടേക്കുവാണ്. അച്ഛനും അമ്മയ്ക്കൊക്കെ വയ്യെങ്കിൽ ആരെങ്കിലുമൊക്കെ നിർത്തിയായിരിക്കും ഒരു കൃഷിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അതും ഇങ്ങനെ ആയിട്ടുണ്ട്. എന്ത് പറയാനല്ലേ. ഏതായാലും അതൊക്കെ അങ്ങനെയായി. പിന്നെ ഞാൻ നമ്മുടെ തൊടിയിലോടൊന്ന് നടക്കാമെന്ന് വിചാരിച്ച് നേരത്തെ എണ്ണീറ്റത് കൊണ്ടാണ് ഇതിനൊക്കെ എനിക്ക് ടൈം കിട്ടിയത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കൃഷിയൊക്കെ ചെയ്ത് ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൃഷിയിലൊക്കെ എല്ലാം പോയി ഗൈസ്. എന്നിട്ട് നമുക്ക് നേരെ വീണ്ടും നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കണമല്ലോ. ജോലിക്ക് പോകണം, കേശുവിനെ വിടണം. അപ്പോൾ നമുക്കിനി അടുക്കളയിലോട്ട് തന്നെ പോയി ബീട്രൂട്ടായിരുന്നല്ലോ, ബീട്രൂട്ട് തോരനും വെച്ച് പിന്നെ എന്തെങ്കിലും കറി വേണം. ബീട്രൂട്ട് തോരൻ മാത്രമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. പിന്നെ രാവിലത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കണം. ഇതൊക്കെയാണ്. ഉള്ളിക്കറി ഉണ്ടാക്കണം. ഉള്ളിക്കറിയായിരുന്നു വെക്കുന്നത്. പിന്നെ ഇങ്ങനെ വന്ന വഴിക്ക് നമ്മുടെ ചെടിയിലെല്ലാം എൻ്റെ കടലാസ് ചെടി ഗോപനുമില്ല, അതിലെല്ലാം പൂവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂട് സമയമായപ്പോഴത്തേക്കും. അപ്പോൾ അതൊന്ന് നോക്കി നല്ല ഭംഗിയുണ്ട് കാണല്ലേ. ഇതിപ്പം
കളർ മങ്ങി കേട്ടോ, കുറേ ആയതുകൊണ്ട് കളറൊക്കെ ചേഞ്ചായി. അപ്പം ആ കളർ കൊണ്ട് ഈ ഒരു ഓറഞ്ച് കളർ നമുക്കുണ്ട്. അപ്പോൾ ആ 2 കളറിലും പൂവെല്ലാം ആയത് നോക്കിക്കൊണ്ട് കുറച്ച് നേരമൊക്കെ നിന്ന് നേരെ അടുക്കളയിലോട്ട് വന്ന് ചപ്പാത്തി ആക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഉള്ളിക്കറിയും കൂടെ വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴത്തേക്ക് ഉള്ളി അവിടെ വഴണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ച് കലാപരിപാടികളാണ് ഈ കാണുന്നത്. അപ്പം രാവിലെ ഇതൊക്കെ സമയമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല കേട്ടോ. ഓടിയാണ് എല്ലാം ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം കുഞ്ഞിനെ വിടേണ്ടതുകൊണ്ട് എല്ലാം റെഡിയായി വരുമ്പോഴത്തേക്ക് 9:30-10 മണിയാകും. ഇന്നിപ്പം അവൻ എഴുന്നേൽക്കുന്നതിന് ഇപ്പോൾ കുറേ പണിയൊക്കെ ഒപ്പിച്ചെടുത്ത് ഇത് ആശാൻ എണ്ണീറ്റ് ഇനിയും ബ്രഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ചെയ്താൽ ശരിയാകത്തില്ല, ചെയ്യിപ്പിക്കണം. പക്ഷെ ആദ്യം അവൻ്റെ കയ്യിലൊന്ന് കൊടുത്താലേ അവൻ പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ. കുറച്ച് നേരം അത് പിടിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിന്നിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് ബ്രഷ് ചെയ്തൊക്കെ കൊടുക്കണം. ഇനി കുളിപ്പിക്കണം, കഴിപ്പിക്കണം. ഇതൊക്കെ വലിയ ടാസ്ക്കാണ്. അതിൻ്റെയൊക്കെ പരിപാടിയിലോട്ട് നമുക്ക് കിടക്കാം. കഴിക്കും, പക്ഷെ കുറച്ച് സമയം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം എന്തെങ്കിലും കഴിക്കണമെങ്കിൽ. അപ്പം ചപ്പാത്തിയാണ്. അപ്പം ചപ്പാത്തിയൊക്കെ എടുത്ത് ഞാൻ കൊണ്ടുവന്ന് ഇങ്ങനെ വാതുക്കലൊക്കെ ഇരുത്തി അതും ഇതുമൊക്കെ കാണിച്ച് അവിടെ അതുണ്ട് ഇവിടെ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ചപ്പാത്തി കൊടുക്കാൻ. പിന്നെ ഒരു മൂടാണ്, എപ്പോഴും ഒരുപോലെ ഇരിക്കത്തില്ല, കഴിക്കത്തൊന്നും ഇല്ല ചിലപ്പം. പിന്നെ സ്കൂളിലിപ്പം പ്ലേ സ്കൂളിൽ വിടേണ്ടത് കൊണ്ട് നമുക്ക് സമാധാനമില്ല. വീട്ടിലിരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല, എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുമെന്ന് പറയാം. ഇതിപ്പം നമുക്ക് 10 മണിയാകുമ്പോൾ കൊണ്ട് വിടണമല്ലോ. എങ്കിലും 11 മണിക്ക് സ്നാക്ക് ടൈമൊക്കെ ഉണ്ട്, എന്നാലും നമുക്കൊരു ടെൻഷൻ. അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെ അമ്മ കുളിപ്പിച്ച് റെഡിയാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാനും പോകാനായിട്ട് എളുപ്പം റെഡിയാകാമെന്ന് വിചാരിച്ചു. ഓഫീസിൽ പോകുമ്പോൾ ഒരുപാട് മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ഒരു സൺസ്ക്രീമും പിന്നെ ഒരു പൊട്ടും കുത്തി കണ്ണ് എഴുതി, അത്രയൊക്കെ ഉള്ളൂ. ഓഫീസിലോട്ടല്ലേ പോകുന്നത്, നമുക്ക് ഒരുപാട് ഒരുങ്ങാനൊന്നുമില്ല. അപ്പോൾ എൻ്റെ കാജൽ തീർന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഐലൈനറും കൂടെ എഴുതി. ഇനി മുടിയെല്ലാം കെട്ടി ഒന്ന് സെറ്റായിട്ട് നമുക്ക് പോയാലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കുഞ്ഞിനെ വിട്ടിട്ട് ഞാനും ജോലിക്ക് പോയി. താങ്ക് യു.